ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ ഓഫ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയുള്ള ശാബ സ്കൂൾ പഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാഠം പഠിക്കുവാനായിട്ടും ചിന്തിക്കുവാനായിട്ടും കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ രാഷ്ട്രങ്ങൾ ഭാഗം 1 നമ്മൾ പഠിച്ചു. ഈ ആഴ്ചയിൽ രാഷ്ട്രങ്ങൾ ഭാഗം 2 5-ാമത്തെ പാഠം നമ്മൾ പഠിക്കുന്നു. ഈ വേദഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്ന്, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്നും, യെശയ്യാ പ്രവചനം 17-ാം അധ്യായം അതിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങളിൽ നിന്നും, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്നും, റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 19 വരെയുള്ളതായ വേദഭാഗങ്ങളിൽ നിന്നും, അതുപോലെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ, അതുപോലെ വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്നാണ് ഈ ആഴ്ചത്തെ പാഠഭാഗങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. മനപാഠവാക്യം സങ്കീർത്തനം 46-10. മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവേൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സങ്കീർത്തനം 46-10. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെയും കർത്താവിൻ്റെ കരങ്ങളാൽ അടിയങ്ങളെ താങ്ങി നടത്തി ആ വലിയ ദയക്കായി തിരുമേനി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നിത്യ സ്നേഹത്താൽ അടിയങ്ങളോട് കൂടിയിരുന്ന അടിയങ്ങളെ എന്നും കാത്തു പരിപാലിക്കുന്ന ആ വലിയ ദയയോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അതൊന്നും ഞങ്ങളുടെ മഹിമ കൊണ്ടല്ല കർത്താവെ, അങ്ങയുടെ നിത്യമായ സ്നേഹം കൊണ്ടാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ പാപികളും ദോഷികളും ബലഹീനരുമാകുന്നു. എങ്കിലും കർത്താവെ, അങ്ങയുടെ സ്നേഹത്താൽ ഇന്നും ഞങ്ങളെ അവിടുന്ന് ശക്തീകരിച്ച കൃപയ്ക്കായി സ്തോത്രം. അനുദിനം അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന പാഠം കർത്താവെ, അത് ആഴമായി ഞങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുവാൻ, അതിന് വണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവെഴുത്തിലിരിക്കുന്നതായ സകല മർമ്മങ്ങളെയും ഗ്രഹിപ്പാൻ ഏഴായ അടിയങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണം. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് അടിയങ്ങളെ വഴി നടത്തണം. സകല മാനവും മഹത്വവും തിരുമേനി എടുക്കണം. കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുകയാണ്, മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. അനേക വർഷങ്ങൾക്ക് മുമ്പ് പലരും വിശ്വസിച്ചിരുന്നത് മനുഷ്യൻ്റെ വീഴ്ചക്ക് കാരണം ദൈവമാണ്, അല്ലെങ്കിൽ ദൈവം മനുഷ്യരുടെ വീഴ്ച ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ പാപത്തിൽ വീഴുകയും അവൻ മരണത്തിന് അധീനനായി തീരുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു എന്ന് ചിന്തിക്കുന്നു. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവത്തിന് മനുഷ്യനോടുള്ളതായ സ്നേഹം കാൽവരി ക്രൂശിലൂടെ വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ്റെ വീഴ്ച ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരമായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ശരിയായി വണ്ണം ചിന്തിക്കുമ്പോൾ അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്, ഒരു വിശ്വാസമാണ്. കാരണം
ദൈവം അതിനായിട്ടല്ല മനുഷ്യനെയോ അല്ലെങ്കിൽ ദൂതന്മാരെയോ ഉണ്ടാക്കിയത്. സാത്താൻ്റെ വീഴ്ചയ്ക്ക് പിന്നിലെ കാര്യം, അതുപോലെ മനുഷ്യൻ്റെ വീഴ്ചയുടെ ഉദ്ദേശവും രണ്ടും വേറെയായിരുന്നു. കാരണം സാത്താൻ്റെ വീഴ്ച കാരണം അവൻ്റെ അഹങ്കാരമായിരുന്നു. മനുഷ്യൻ്റെ വീഴ്ച, അവൻ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചില്ല, ദൈവകൽപ്പന പ്രമാണിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് പിന്നിൽ വരുന്നതായ തലമുറകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇന്നും മനുഷ്യൻ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദാമും ഹവ്വയും ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിച്ച് ജീവിച്ചിരുന്നു എങ്കിൽ തീർച്ചയായും ഇന്നും ആ സ്വർഗീയ സന്തോഷം ഇന്നും നിലനിന്നു പോകുമായിരുന്നു. ദൈവവും മനുഷ്യനുമായിട്ടുള്ളതായ ആ ബന്ധം ഇന്നും നിലനിന്നു പോരുമായിരുന്നു. അതാണ് ശരിയായിട്ടുള്ള വസ്തുത. ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്നത് പാപത്തിൽ ആണ്ടുപോയതായ മനുഷ്യൻ ദൈവ ഉദ്ദേശത്തിന് വിപരീതമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ തക്കവണ്ണം മനുഷ്യൻ്റെ ശ്രമത്തെക്കുറിച്ചും അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ചുമാണ് നമ്മൾ അവിടെ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ മറന്ന് അവരുടെ ഇഷ്ടപ്രകാരം അവർ ഓരോ ആശയങ്ങളിൽ മുഴുകുകയും അതിൻ്റെ അനന്തരഫലം എന്താണ് അവർ പ്രാപിച്ചത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ചിന്തിച്ചത് ശനിയാഴ്ചത്തെ പാഠമാണ്. ശനിയാഴ്ചത്തെ പാഠത്തിലാണ് ഈ ആശയം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവം മനുഷ്യൻ്റെ വീഴ്ച ദൈവം ആഗ്രഹിച്ചിരുന്നുവെന്നും അതിന് വഴി ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനെ വെളിപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശമെന്നും ഉള്ളതായ ഒരു വിശ്വാസം. അത് തെറ്റാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് അത് സ്ഥാപിക്കുന്നു. അതുപോലെ മൂന്നാമതായിട്ടുള്ള പോയിന്റ് പറയുന്നത്, ഈ ആഴ്ച നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ദൈവത്തെ മറന്ന് ദൈവ ഉദ്ദേശത്തിന് വിരുദ്ധമായി തിരഞ്ഞെടുത്തപ്പോൾ അതിൻ്റെ അനന്തരഫലം എന്താണ് എന്നാണ് നമ്മൾ ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത്. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം മാനവരാശിയെ നിർമ്മിച്ചു. നമുക്കറിയാം, നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉത്ഭവിച്ചു, ഒരു രൂപമുണ്ടാക്കി അതിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയും. അതുപോലെ കിഴക്കേതനിൽ ഒരു തോട്ടമുണ്ടാക്കി എന്ന് പറയും. ആ തോട്ടത്തിൽ മനുഷ്യനെ അവിടെയാക്കി. നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഈ ഏദൻ തോട്ടം ആദ്യ മാതാപിതാക്കളുടെ ഒരു വിദ്യാലയമായിരുന്നു. അവിടെ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയെ കണ്ട് സന്തോഷിക്കുന്നതിനും ദൈവം അവരെ ക്ഷണിച്ചു. അവരുടെ അധ്യാപകൻ ദൈവം തന്നെയായിരുന്നു. ദൈവം അവരെ സ്വന്തം മക്കളെ പോലെ കരുതി എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. എങ്ങനെ ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നുവോ അതുപോലെ ദൈവം തൻ്റെ മക്കളെ ചേർത്ത് കൊണ്ടു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. വെയിലാറുന്നായ സമയത്ത് ദൈവം അവരെ കാണുവാൻ തക്കവണ്ണം ഇറങ്ങി വരുമായിരുന്നുവെന്ന തോട്ടത്തിൻ്റെ സംഭവം അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അല്ലെങ്കിൽ വെയിലുറയ്ക്കുമ്പോൾ യഹോവ ആദാമിനെയും ഹവ്വയെയും കാണുവാൻ തക്കവണ്ണം ഏദൻ തോട്ടത്തിൽ കടന്നു വരുമായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കി, മനുഷ്യനും ദൈവവും തമ്മിൽ എന്തുമാത്രം ഒരു ഈടാറുന്ന സ്നേഹബന്ധമായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നത്. തീർച്ചയായും ദൈവിക സ്നേഹത്തെ രുചിച്ചറിഞ്ഞ ദൈവിക സന്തോഷത്തിൽ പരിപൂർണമായി മുഴുകിയവരായിരുന്നു ആദ്യ മാതാപിതാക്കൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പാപം അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. അതാണ് നമ്മൾ തിരുവെഴുത്ത് പറയുന്നത്. പാപം അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. ദൈവം ഉണ്ടാക്കിയതായ ഈ വിശുദ്ധ ദമ്പതികൾ
ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ചു. ദൈവത്തിൻ്റെ പരിപൂർണമായ സന്തോഷത്തിൽ അവർ ജീവിച്ചിരുന്നു. ദൂതന്മാരുമായി അവർക്ക് ഒരു ബന്ധമുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ദൂതന്മാർ അവരെ സന്ദർശിക്കുമായിരുന്നു. മനുഷ്യനെ സംബന്ധിച്ച് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് ദൂതന്മാരുടെ അത്ര ജ്ഞാനം മനുഷ്യർക്ക് ഉണ്ടാകുകയില്ല. എങ്കിലും ദൈവം അവരെ ഉണ്ടാക്കിയ നാളിൽ ദൈവത്തിൻ്റെ തേജസ് ആയിരുന്നു അവരുടെ വസ്ത്രം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ അന്ന് വരെ അവർക്ക് വസ്ത്രം ഉണ്ടായിരുന്നില്ല. അവർക്ക് വസ്ത്രത്തിന് പകരം ദൈവത്തിൻ്റെ തേജസ് അവരെ അനാവരണം ചെയ്തിരുന്നു. ദൈവത്തിൻ്റെ തേജസ് അവരെ ആവരണം ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അവർക്ക് ദൂതന്മാരുടെ അത്ര ബുദ്ധിശക്തി ഉണ്ടായിരുന്നില്ല. മറിച്ച് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവരെ ദൈവം അണിയിച്ചു എന്ന് നമുക്ക് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കാണുവാനും കഴിയും. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ പഠിച്ച് ലോകത്തിൽ അത് കണ്ട് ഏദൻ തോട്ടത്തിൽ വെച്ച് അത് കണ്ട് മനസ്സിലാക്കി അവർ സന്തോഷത്തിൽ ജീവിച്ചിരുന്നതായ ഒരു കാലമായിരുന്നു അത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 17 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടം കാപ്പാൻ തക്കവണ്ണം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന ശേഷം മനുഷ്യനോടായിട്ട് ദൈവം പറയുകയാണ്. അനന്തരം യഹോവയായ ദൈവം കിഴക്കേദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞ് ഒന്നാമത്തേത് പീശോൻ എന്ന പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്തിരമാകുന്നു. അവിടെ ഗുൽഗുലുവും ഗോമേതകവുമുണ്ട്. 2-ാം നദിക്ക് ഗീഹോൻ എന്ന പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. 3-ാം നദിക്ക് ഹിദക്കൽ എന്ന പേർ. അത് അശൂരിന് കിഴക്കോട്ടൊഴുകുന്നു. 4-ാം നദിക്ക് ഫ്രാത്ത് ആകുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയായ ദൈവം മനുഷ്യന് ഒരു തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിൽ നാനാവർണ്ണങ്ങളിലുള്ളതായ വൃക്ഷഫലങ്ങളെ മുളപ്പിച്ചു എന്നാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ മുളപ്പിച്ചിട്ട് മനുഷ്യനെ ആ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തോട്ടം കാപ്പാൻ. അന്ന് നമ്മൾ ഇന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെ അന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ടതായ യാതൊരു ആവശ്യവുമില്ലായിരുന്നു. അതിനുള്ളതായ എല്ലാ സംവിധാനങ്ങളും ദൈവം ഏദൻ തോട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ദൈവം ചെയ്തു വെച്ചിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുകയാണ്. തോട്ടം കാപ്പാൻ മനുഷ്യനെ ഏൽപ്പിച്ചു. എന്നിട്ട് മനുഷ്യനോട് പറയുകയാണ്, തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നീ മരിക്കാതിരിപ്പാൻ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. വളരെ വ്യക്തമായിട്ട് ദൈവം പറയുകയാണ്. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ദൈവം ആദ്യമായി മനുഷ്യനൊരു കൽപ്പന കൊടുക്കുകയാണ്. നമ്മുടെ ഇന്ത്യക്ക് ഒരു നിയമമുണ്ട്, നമ്മുടെ രാഷ്ട്രങ്ങൾക്ക് ഒരു നിയമമുണ്ട്. ആ നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ രാഷ്ട്രം നിൽക്കുന്നത്. അതുപോലെ ഇവിടെ ദൈവം ഏദൻ തോട്ടവും ആകാശവും ഭൂമിയും ഒക്കെ ഉണ്ടാക്കി മനുഷ്യനെ ഉണ്ടാക്കിയ ശേഷം അവർക്ക് ഒരു നിയമം കൊടുക്കുകയാണ്. തോട്ടത്തിലെ സകല വൃക്ഷഫലവും നിനക്ക് തിന്നാം, എന്നാൽ നന്മത്തിങ്ങളുടെ അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദ്യത്തെ കൽപ്പന തസ്വ് എന്ന ക്രിയാപദമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് കൽപ്പിക്കുക എന്നതാണ്. അപ്പോൾ ആദ്യത്തെ കൽപ്പന ദൈവം ഇവിടെ കൊടുക്കുകയാണ്.
തിന്നരുത്, തിന്നുന്ന നാളിൽ ഇന്ന് മരിക്കും. എന്നാൽ തിരുവെഴുത്ത് പ്രകാരം നാം വായിക്കുമ്പോൾ തിരുവെഴുത്തനുസൃതമല്ലാത്തതായ രീതിയിൽ ജീവിച്ചപ്പോൾ പാപം ലോകത്തിൽ പ്രവേശിച്ചു. പാപത്തിൻ്റെ അനന്തര ഫലമായിട്ട് മരണം ലോകത്തിൽ കടന്നു വന്നു. അപ്പോൾ മനുഷ്യൻ്റെ തെരഞ്ഞെടുപ്പാണ് നാശത്തിലേക്ക് വഴി വെച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തനക്കാരൻ പറയുന്നു, മനുഷ്യന് ഒരു വഴി ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ നാശകൂപമാണ്. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ അനേകർ തിരഞ്ഞെടുക്കുന്നതായ മാർഗം, അതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നല്ലവണ്ണം പഠിച്ച് നാം ഗ്രഹിച്ചിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായി നാം ജീവിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലം അത് നാം പ്രാപിക്കും. അവനവൻ ശരീരത്തിലിരിക്കുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ എല്ലാവരും കർത്താവിൻ്റെ കൃപാസനത്തിനടുത്ത് കടന്നു വരേണ്ടവരാണ്, അല്ലെങ്കിൽ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന് നാം അറിഞ്ഞു വേണം ഈ ലോകത്തിൽ നാം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യേണ്ടത്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തി എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട് നാം ചെയ്യണം. ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യുവാൻ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പ്രശ്നത്തിൽ പോയി ചാടുവാൻ ഇടയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കും. ദൈവം കൽപ്പിക്കുന്നു, എല്ലാ നന്മകളും ദൈവം നമുക്ക് നൽകും. പക്ഷേ അവിടെയെല്ലാം ഒരു പരീക്ഷ കാണാം. ആ പരീക്ഷ നാം വിജയിക്കണം. അപ്പോൾ ഈ പരീക്ഷ എന്ന് പറയുന്നത് കൽപ്പനകൾ, ഓരോ കൽപ്പന, ഒരു നിയമങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് നിയമം നൽകി. ഇന്നുള്ളതായ ദൈവ ജനത്തിന് നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ ഒരിക്കലും സ്വർഗരാജ്യം പ്രാപിപ്പാൻ കഴിയില്ല. ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ദൈവം ഒരു നിരോധാജ്ഞ കൊടുത്തു. ആ ആജ്ഞയ്ക്ക് വിരുദ്ധമായി ആദം നീങ്ങിയപ്പോൾ പാപം ലോകത്തിൽ പ്രവേശിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന ലംഘനമാണ് പാപം. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യൻ അധികമായി കഷ്ടപ്പാട് അനുഭവിക്കരുത് എന്ന ചിന്തയിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ ആ രീതിയിലാണ് നിർമ്മിച്ചത്. എന്നാൽ മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പ് കഷ്ടതയും പ്രയാസവും ദുരിതവും അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പ് അവന് നിത്യജീവൻ അല്ലെങ്കിൽ നിത്യമായി ജീവിക്കുവാനുള്ളതായ, അമർത്യത പ്രാപിക്കുവാനുള്ളതായ അവസരം നഷ്ടമാക്കി കളഞ്ഞു. നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. തിന്നില്ല എങ്കിൽ അവർ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുമായിരുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവിക സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു പ്രത്യേക സംതൃപ്തി ഉണ്ടാകും. എന്നാൽ ദൈവിക ആ സാന്നിധ്യം നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് ദുഃഖവും വിഷമവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. യഹോവ നമ്മോട് ഏറ്റവും സമീപസ്ഥനായിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. നമ്മുടെ സന്തോഷത്തിൻ്റെ വഴി ദൈവമാണ്. സമാധാനത്തിൻ്റെ വഴി ദൈവമാണ്. ഈ ലോകമോ ഈ ലോകത്തിലുള്ളതിനൊന്നിനും നമുക്ക് സമാധാനം നൽകുവാൻ കഴിയില്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ മക്കൾ അവർക്ക് ജാതികളുടെ രാജാവിനെ പോലെ ഒരു രാജാവിനെ അവർക്ക് നൽകണമെന്ന് അവർ ദൈവത്തോട് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവ ഉദ്ദേശത്തെ നാം തിരസ്കരിക്കുമ്പോഴാണ്. ഇസ്രായേൽ മക്കൾക്ക് അന്ന് വരെ അവിടെ രാജാവ് ദൈവമായിരുന്നു. എന്നാൽ ശൗമേലിൻ്റെ കാലം കഴിഞ്ഞ ശേഷം
ശൗമേലിന് മക്കൾ ദൈവഭയം അല്ലെങ്കിൽ ശൗമേൽ പുരോഹിതന് അല്ലെങ്കിൽ ശൗമേൽ പ്രവാചകനെ പോലെ നടന്നില്ല. ശൗമേലിനെ പോലെ നടക്കാതെ വന്നപ്പോൾ അവർക്കൊരു രാജാവിനെ, ജാതികളെ പോലെ, ജാതികൾക്കുള്ളതുപോലെ അവർക്കും ഒരു രാജാവിനെ വേണമെന്ന് അവർ ദൈവത്തോട് അല്ലെങ്കിൽ ശൗമേലിനോട് പറഞ്ഞു. ശൗമേൽ അധികമായി ദുഃഖിച്ചുവെന്ന് നമുക്ക് കാണാൻ കഴിയും. 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ ഈ ഒരു ഭാഗം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ദൈവം പറയേണ്ടതായ, ശമൂവേൽ വിഷമിച്ചിരിക്കുന്നതായ സമയം നമുക്ക് കാണുവാൻ നമ്മൾ വായിക്കാം. ശമൂവേൽ പ്രയാസത്തിലിരിക്കുന്നതായ ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഈ വണ്ണം നമ്മൾ വായിക്കും. ശമൂവേൽ വൃദ്ധനായപ്പോൾ തൻ്റെ പുത്രന്മാരെ ഇസ്രായേലിനു ന്യായാധിപന്മാരാക്കി. അവൻ്റെ ആദ്യജാതന് യോവേൽ എന്നും രണ്ടാമത്തവന് അബിയാവ് എന്നും പേർ. അവർ ബർശേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവൻ്റെ പുത്രന്മാർ അവൻ്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായിരുന്നു, കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു. ഒരു പുരോഹിതനും ഒരു ന്യായാധിപതിയും ചെയ്യരുതാത്ത ഒരു കാര്യമാണ് കൈക്കൂലി വാങ്ങിയിട്ട് ന്യായം മറച്ചു കളയുന്നത് പരിപാടി. ഈ ഒരു ശീലം ഇന്ന് പലരുടെയും ഇടയിൽ ഈ ലോകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷപാതം പിടിക്കുക, ഒന്നെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം തോടുകൂടെ മറ്റുള്ളവരെ കാണുന്നതായ ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. നമുക്ക് അധികാരങ്ങൾ കിട്ടുമ്പോൾ ആ അധികാരങ്ങൾ നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത്. നമ്മൾ ആ അധികാരം ദുർവിനിയോഗം ചെയ്യരുത്. ദൈവം നമ്മെ ഏൽപ്പിച്ചതായ ജോലി വളരെ വിശ്വസ്തയോടുകൂടെ നാം നിവർത്തിക്കണം. എപ്പോഴും നാം ചിന്തിക്കണം, എനിക്ക് മീതെ മറ്റൊരു അത്യുന്നതൻ വ്യാപരിക്കുന്നുവെന്ന നാം ചിന്തിക്കണം. എന്നെ ഈ ജോലി ഏൽപ്പിച്ചവൻ സ്വർഗത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് നാം എപ്പോഴും ചിന്തിക്കണം. നമുക്ക് ഓരോ അധികാരം തരുന്നത് ദൈവമാണ്. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവം അറിയാത്ത ഒരു അധികാരവുമില്ല. അതെപ്പോഴും നമ്മൾ ചിന്തിച്ച് വേണം നാം അധികാരങ്ങൾ ഏറ്റെടുക്കുവാൻ. അപ്പം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവർ അധികാരമേറ്റപ്പോൾ അവർ ദുരാഗ്രഹികളായിരുന്നു. അവർ കൈക്കൂലി വാങ്ങി ന്യായം മറച്ചു കളഞ്ഞു. ഇന്ന് ലോകത്തിൽ നോക്കുമ്പോഴും പല നിരപരാധികളും നീതി കിട്ടാതെ വിശന്ന് നടക്കുന്നതായ അനേക നിരപരാധികളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആകെയിൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി രാമയിൽ ശമൂവേലിൻ്റെ അടുക്കൽ വന്നു. അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടപ്പോൾ ശമൂവേൽ ഏറ്റവും അധികം ദുഃഖിച്ചു. കാരണം എന്തെന്നറിയാമോ? അവർ ദൈവത്തെ അവരെ രാജസ്ഥാനത്ത് നിന്നും മാറ്റുന്നതായ ഒരു രീതിയാണ്. ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് പലയിടത്തും ദൈവത്തിൻ്റെ സ്ഥാനമില്ല, മറിച്ച് നാം ഓരോ കാര്യങ്ങളും നാം അങ്ങ് കൈയേറ്റ് കാര്യം ചെയ്യുകയാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നമ്മൾ സമയം കൊടുക്കാറില്ല. ദൈവം നമുക്ക് മീതെ ഉണ്ട് എന്ന വിചാരം നമുക്ക് വേണം. ദൈവം നമുക്ക് മീതെ ഉണ്ട് എന്നുള്ളതായ ആ വിചാരം നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം വെളിപ്പെട്ട് വരികയുള്ളൂ. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സമയം കൊടുക്കണം. ദാനിയേൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സമയം കൊടുത്തു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സമയം കൊടുത്തു. അതുകൊണ്ട് അവരുടെ വിശ്വാസം വെളിപ്പെട്ടു വന്നു. തീയിലൂടെ ശോധന കഴിച്ചിട്ട് അവർ പൊന്നുപോലെ പുറത്തു വന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നാം പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നാം മുന്നോട്ട് പോകണം.
തീർച്ചയായും ദൈവം നമ്മെ വഴി നടത്തുവാൻ ശക്തനാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. അപ്പോൾ ഇവിടെ ഇസ്രായേൽ മക്കൾ ഒരു രാജാവിന് വേണ്ടി അപേക്ഷിച്ചു. ദൈവം അത് മുൻകൂട്ടി അവരോട് പറഞ്ഞു, ഒരു രാജാവിനെ കൊണ്ടുവരുമ്പോൾ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് അവരോട് പറഞ്ഞു. പക്ഷേ ആ കാര്യങ്ങളിലൊന്നും അവർ വകവെച്ചില്ല. അവർക്ക് രാജാവിനെ വേണമെന്ന് അവർ നിർബന്ധിച്ചു. അതിൻ്റെ അനന്തരഫലമായി അവർ പലപ്പോഴും പ്രവാസികളായി പോകേണ്ടതായി വന്നു. കാരണം രാജാക്കന്മാർ അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഫലമായിട്ട് അവർ പല ദേശത്തും പ്രവാസികളായിരുന്നു. ഈ കാര്യം, ഇതിൻ്റെ അനന്തര ഫലങ്ങളൊക്കെയാണ് നമുക്ക് ദാനിയേൽ പ്രവചനത്തിൽ കൂടെ നമ്മൾ പഠിക്കുവാൻ സാധിക്കുന്നത്. ഈ ഒരു ചരിത്രം ദാനിയേൽ പ്രവചനവുമായിട്ട് തുലനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ദാനിയേൽ പ്രവചനം ശരിക്കും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ദൈവം നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്നതായ ആ ഉദ്ദേശം എന്തെന്ന് നാം മനസ്സിലാക്കി ദൈവിക നിയമത്തിനനുസൃതമായി, ദൈവവചനത്തിന് അനുസൃതമായി നാം ജീവിച്ചുവെങ്കിൽ മാത്രമേ നന്മ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അനുഗ്രഹവും ശാപവും വെച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടന്നാൽ അനുഗ്രഹവും, മറിച്ച് എൻ്റെ കൽപ്പനകളെ ലംഘിച്ചാൽ എന്ത് ചെയ്യും? ശാപവും വരും. ഈ രണ്ട് വഴികളും ദൈവം നമ്മുടെ മുമ്പാകെ തുറന്നു നൽകിയിരിക്കുകയാണ്. നമുക്ക് സ്വയമായി തിരഞ്ഞെടുക്കാം. ദൈവം നാം സ്വയമായി നമ്മെ തന്നെ ഭരിക്കണമെന്ന് ഇച്ഛിക്കുന്നവനാണ്. നാം സ്വന്തം ചിന്ത കൊണ്ട് ദൈവിക വഴിയിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ നിർബന്ധിക്കുന്നില്ല. ദൈവത്തിന് വേണമെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ റോബോട്ടുകളായിട്ട് നമ്മെ നിർമ്മിക്കാം. പക്ഷേ ദൈവം അതല്ല ചെയ്തത്. സ്വന്തം ചിന്തയോടെ, സ്വന്തം ആലോചനയോടെ ജീവിക്കുവാൻ തക്കവണ്ണം ഉള്ള മനുഷ്യരെയാണ് ദൈവം ഉണ്ടാക്കിയത്. തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം മനുഷ്യന് നൽകി. നമ്മൾ തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം. ഈ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം എഴുതുന്നത് ബാബിലോണിയ അടിമത്തത്തിൽ ജീവിക്കുന്നതായ സമയത്താണ്. ഈ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലെ സാരം നെബൂഖദ്നേസർ രാജാവിൻ്റെ ഒരു സ്വപ്നമാണ്. നെബൂഖദ്നേസർ രാജാവ് നമുക്കെല്ലാം അറിയാം, ഒരു ബുദ്ധിമാനായ രാജാവായിരുന്നു. അതുപോലെ ഒരു മർക്കടമുഷ്ടിയുള്ള ഒരു രാജാവ്, ഭരണസാമർഥ്യമുള്ളവനായിരുന്നു. അതുപോലെ സൈന്യ ബലമുള്ളവനായിരുന്നു. വളരെ ശക്തനായ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ബാബിലോൺ സാമ്രാജ്യം കീഴടക്കാതിരിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ രീതിയിലുമുള്ളതായ കോട്ടകളെ അദ്ദേഹം കെട്ടി ഉയർത്തിയെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ മനോഹരമായ ഹൗമ്യങ്ങൾ അവിടെ പണിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ബാബേൽ സാമ്രാജ്യം എന്ന് കേൾക്കുമ്പോൾ തങ്കം കൊണ്ട് നിർമ്മിതമാണ്. തങ്കം പോലെ ശോഭിച്ചതായ ഒരു രാജ്യമാണ് ബാബേൽ സാമ്രാജ്യം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഒത്തവണ്ണം, ദൈവം അദ്ദേഹത്തിന് കൊടുത്തതായ ബുദ്ധിക്കൊത്തവണ്ണം അദ്ദേഹം ഹാങ്ങിങ് ഗാർഡൻ നിർമ്മിച്ചു. ഈ ഹാങ്ങിങ് ഗാർഡനാണ് ഏഷ്യയിലെ 7 അത്ഭുതങ്ങളിൽ ഒന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അത്രമാത്രം അറിയപ്പെട്ടതായ ഒരു സാമ്രാജ്യമായിരുന്നു ബാബേൽ സാമ്രാജ്യം. അതുകൊണ്ട് തന്നെ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ പള്ളി മത്തയിൽ കിടന്നുകൊണ്ട് താനീ ഉയർത്തി കൊണ്ടുപോയതായ, അല്ലെങ്കിൽ താനീ പണിതതായ മഹദിയാം ബാബിലോണ് എന്ത് സംഭവിക്കും എന്നുള്ളതായ ഒരു ചിന്ത രാജാവിൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു.
സകല ഹൃദയങ്ങളുടെയും രഹസ്യങ്ങളെ അറിയുന്ന ദൈവം, സ്വർഗത്തിലെ ദൈവം ആ ദിവസം ഭാവിയിൽ എന്തു സംഭവിക്കുമെന്ന് ആ രാജാവിലൂടെ ലോക ചരിത്രമാകമാനം ഒന്ന് കാണിച്ചു കൊടുത്തു. ഒരു ദർശനമായതുകൊണ്ടും ഓരോ പ്രതീകങ്ങളുടെ ആയതുകൊണ്ടും രാജാവിന് പെട്ടെന്ന് അത് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. മാത്രമല്ല, ആ സ്വപ്നം അദ്ദേഹം മറന്നുപോയി. നമുക്കൊരു കാര്യം അറിയാം, നമ്മളൊരു സ്വപ്നം കണ്ടു, അതിൻ്റെ പകുതി മുറി അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മുഴുവനും അറിയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. അതായത് കാലിൽ ഒരു മുള്ള് കയറി അതിൻ്റെ പകുതി ഒടിഞ്ഞുപോയി, ബാക്കി ഭാഗം കാലിനടിയിലിരിക്കുമ്പോൾ ഉള്ളതായ ആ വിഷമം പോലെ നമ്മുടെ നെബൂഖദ്നേസർ രാജാവിന് ആ സ്വപ്നം അറിയാനുള്ളതായ ആഗ്രഹം വർദ്ധിച്ചു. രാജാവ് രാവിലെ തന്നെ തൻ്റെ ദേശത്തിലെ വിദ്വാൻമാരെ എല്ലാം വിളിച്ച് അതിൻ്റെ സ്വപ്നം അർത്ഥവും അറിയിക്കുവാൻ പക്ഷെ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ ദാനിയേലിലൂടെ ലോകത്തിൻ്റെ ആകമാന ചരിത്രത്തെ ദൈവം നൽകി എന്ന് നമ്മൾ പഠിക്കുന്നു. ദാനിയേൽ പ്രവചനം 32-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ളതായ വാക്യം നാം വായിക്കുമ്പോൾ, ഈ കാലത്തിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കാനുള്ളത്, അല്ലെങ്കിൽ ആ കാലം മുതൽ കാലത്തിൻ്റെ അന്ത്യം വരെയുള്ളതായ സംഭവിക്കാനുള്ളതായ കാര്യങ്ങളുടെ ഒരു വീക്ഷണം, ഒരു ചരിത്രം, ലോക ചരിത്രത്തെ നമുക്കവിടെ വീക്ഷിക്കുവാൻ കഴിയും. അത് നമുക്കാർക്കും വിവരിക്കേണ്ടതായ ആവശ്യമില്ല. ദാനിയേൽ പ്രവാചകൻ തന്നെ അത് വിവരിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാകും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 35 വരെ നാം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഈ വണ്ണമാണ് വായിക്കുന്നത്. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പും കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണും കൊണ്ടുമായിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിനടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്നു വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെയായി തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെ നിറഞ്ഞു. ഇതത്രേ സ്വപ്നം. അപ്പോൾ ഇവിടെ സ്വപ്നം രാജാവ് കണ്ടു എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി എന്ന ദൈവത്തിൻ്റെ വചനം പറയും. ഇവിടെ ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പൊന്നുകൊണ്ടുള്ളതായ തല തിരുമനസ്സിന് ബാബേൽ സാമ്രാജ്യം. അടുത്ത് നമ്മൾ കാണുവാൻ കഴിയുന്നത് തിരുമനസ്സിന് ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യവും സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്നതായ താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വവും ഉത്ഭവിക്കും. 4-ാമത്തെ രാജ്യത്തും ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. അതാണ് നമ്മുടെ ഇവിടെ കാണാൻ കഴിയുന്നത്. 4 ലോഹങ്ങളാൽ ലോക ചരിത്രത്തെ ആകമാനം ദൈവം നെബൂഖദ്നേസർ രാജാവിന് കാണിച്ചു കൊടുത്തു. 1-ാമത്തെ സാമ്രാജ്യം ബാബേൽ സാമ്രാജ്യം, 2-ാമത്തെ സാമ്രാജ്യം മേദോ പേർഷ്യ, 3-ാമത്തെ സാമ്രാജ്യം യവനായ സാമ്രാജ്യം, 4-ാമത്തെ സാമ്രാജ്യം റോമാ സാമ്രാജ്യം. പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് റോമിൻ്റെ 10 പിരിവുകളാണ്. 10 പിരിവുകളാണ്. വീണ്ടും ബൈബിൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് 44-ാം വാക്യം വായിക്കുമ്പോൾ, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു നിത്യ രാജ്യത്വം സ്ഥാപിക്കും. ആ
ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് മേൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജാക്കളെയൊക്കെയും തകർത്ത് നശിപ്പിച്ച് കളയും, എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈതൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിൻ്റെ താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല, ലോകത്തിൻ്റെ അവസാനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഈ വണ്ണം പറയും, ഈ ലോകം അവസാനിക്കും. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ വരെ ഇതിൻ്റെ അവസാനത്തിൽ നിരവധി ആൾക്കാർ അവരുടേതായ വിശ്വാസ പ്രകടനമൊക്കെ നടത്തി, ശുഭാപ്തി വിശ്വാസമൊക്കെ നടത്തി. മനുഷ്യന് സമാധാനത്തോടെ ജീവിപ്പാൻ കഴിയും, മനുഷ്യന് അവസാനം സമാധാനത്തോടെ ജീവിപ്പാൻ കഴിയും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ആയിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ അവരെ ആ വിശ്വാസങ്ങളൊക്കെ, അവർക്ക് ലഭിച്ചതായ വെളിച്ചങ്ങളൊക്കെ കെട്ടുപോയി. കാരണം ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായതായ സമയത്ത് മനുഷ്യൻ്റെ സകല പ്രത്യാശയും മാറ്റുപോയി. ഇന്ന് മനുഷ്യൻ കണ്ടുപിടിക്കുന്നതൊക്കെ ഒരു പരിധി വരെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരുന്നു. എന്നാൽ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവച്ചിട്ടേ ഉള്ളൂ. ഒരു വേദ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം പഠിക്കുമ്പോൾ, മേത്തരമായിട്ടുള്ള ലോകത്തിൽ നിന്നും കുറഞ്ഞതായ ലോകത്തിലേക്കാണ് ലോഹങ്ങൾ കൊണ്ടാണ് ഓരോ രാജ്യങ്ങളെയും സൂചിപ്പിച്ചിരുന്നത്. സ്വർണത്തേക്കാൾ വില കുറഞ്ഞതാണ് പൊന്ന്, അതിനേക്കാൾ വില കുറഞ്ഞതാണ് താമ്രം, അതിനേക്കാളും വില കുറഞ്ഞതാണ് ഇരുമ്പ്. അപ്പോൾ അതിങ്ങനെ താന്ന് കുറഞ്ഞു വരുന്നത് അവസാനം ഏറ്റവും കുറഞ്ഞതായ ലോകത്തിലാണ് എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ മനുഷ്യൻ താഴ്ന്നു വരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ചാൾസ് ഡാർവിനും കാൾ മാർക്സും അവർ മനുഷ്യന് ഒരു പരിധി, മനുഷ്യ സമൂഹം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതായ ഒരു വെളിപ്പെടുത്തലിലൂടെയാണ് ജീവിച്ചത്. ഒരു പക്ഷേ ഒരു പരിധിയെങ്കിലും അത് ശരിയായിരിക്കാം. പക്ഷേ മനുഷ്യൻ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അന്ധകാരത്തിലേക്ക് അമർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ധകാരം ഭൂമിയെ മൂടുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് പ്രകാശിക്കും. കർത്താവായ യേശു ക്രിസ്തു ഈ വണ്ണം പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 6 മുതൽ 7 വരെ, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പീൻ, സൂക്ഷിച്ചുകൊള്ളുവീൻ, അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിൽ ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ. കർത്താവായ യേശു ക്രിസ്തു ലോക അന്ത്യത്തിലേക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മനുഷ്യൻ ന്യായവിധി സമയത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ലോകത്തിൻ്റെ അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകം അന്ധകാരത്തിൽ അമർന്നുകൊണ്ടേയിരിക്കുകയാണ്. ലോകം അന്ധകാരം നിറയുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് പ്രകാശിക്കും. ദൈവത്തിൻ്റെ തേജസ്സിനാൽ ഭൂമി നിറയും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായവിധി ലോകത്തിലേക്ക് വരികയാണ്. സകല അന്ധകാരത്തെയും ദൈവം നീക്കിക്കളയും. ദൈവം ഈ ലോകത്തെ ശുദ്ധീകരിക്കും. ഈ ലോകം അവസാനിക്കും എന്ന പ്രവചനങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇന്ന് ശാസ്ത്രം എത്രമാത്രം പുരോഗമിച്ചാലും, എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചാലും, പല കണ്ടുപിടുത്തങ്ങൾ ചെയ്യുവാൻ സാധിച്ചാലും, പക്ഷേ ദൈവത്തിൻ്റെ നിശ്ചയത്തിനപ്പുറത്തായിട്ട് അവർക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെയും ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെയും പ്രമേയം ഒന്ന് തന്നെയാണ്.
ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ലോഹങ്ങൾ കൊണ്ടാണ് ലോക ചരിത്രത്തെ വിവരിച്ചതെങ്കിൽ 7-ാം അധ്യായം പല രാജ്യങ്ങളുടെ ഉയർച്ചയെക്കുറിച്ചും അത് മൃഗങ്ങളിൽ ഓരോ മൃഗങ്ങളെ വെച്ചിലൂടെ അത് ചിത്രീകരിച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നതായ പ്രതീകങ്ങളുടെ അർത്ഥങ്ങളെ മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ന് നടക്കുന്നതായ സകല കാര്യങ്ങളും ദൈവം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ആദ്യത്തെ വാക്യം നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ ബാബേൽ രാജാവായ ബെൽസസറിൻ്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിൻ്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ കാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. കാറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? തിരുവചന പ്രകാരം കാറ്റിന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സൂചിപ്പിക്കാം. കാറ്റാത്മാവിനെ കുറിച്ച് വിശേഷിപ്പിക്കാം. കാറ്റ് യുദ്ധത്തെക്കുറിച്ച് ചിത്രീകരിക്കാം. അതുപോലെ കലഹത്തെക്കുറിച്ച് ചിത്രീകരിക്കാം. ഇതുപോലെ ഓരോ കാര്യങ്ങളുടെ വേണ്ടി അർത്ഥമാക്കുന്നതാണ് ഈ കാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പ്രവചനത്തിൽ കാറ്റ് എന്ന് പറയുമ്പോൾ അതൊന്നെങ്കിൽ കലഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കലഹത്തെക്കുറിച്ചോ യുദ്ധത്തെക്കുറിച്ചോ ആകാം ഇവിടെ സംസാരിക്കേണ്ടത്. ഇവിടെ 4 കാറ്റ്, ആകാശത്തിൽ 4 കാറ്റ് സമുദ്രത്തിൽ അടിക്കുന്നത് കണ്ടു. എന്താണ് ഈ സമുദ്രം എന്ന് പറയുന്നത്? ഇതുപോലെ സമുദ്രത്തിനും തിരുവചനത്തിൽ അർത്ഥമുണ്ട്. സമുദ്രം, വെള്ളം, ഇതിനൊക്കെ അർത്ഥമുണ്ട്. വെള്ളത്തിന് ദൈവം വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ, പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ കൂട്ടമാണ് സമുദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ആ 4 കാറ്റ് മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറേറി വന്നു. ഒന്നാമത്തെ സിംഹത്തോട് സദൃശവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിൻ്റെ ചിറക് പറഞ്ഞുപോയി. അതിന് നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി അതിന് മനുഷ്യ ഹൃദയം കൊടുത്തു. രണ്ടാമത്തത് കരടിയോട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അതൊരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിൻ്റെ ഇടയിൽ 3 വാരിയിൽ കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. ഇവിടെ ചിറക് വേഗതയെ സൂചിപ്പിക്കുന്നു. കാറ്റ് യുദ്ധത്തെ അല്ലെങ്കിൽ കോളിളക്കത്തെ സംബന്ധിച്ച് പറയുന്നു. ജനസമൂഹത്തെ അല്ലെങ്കിൽ ജാതികളെ കുറിച്ച് ഇവിടെ പറയുന്നു. അപ്പോൾ യുദ്ധമുണ്ടായ സമയം നമുക്കറിയാം, യുദ്ധത്തിൽ ഓരോ യുദ്ധം കഴിയുമ്പോൾ ഓരോ സാമ്രാജ്യം ഉയർന്നു വരും, അല്ലെങ്കിൽ ഒരു രാജ്യം ഉയർന്നു വരും. അവരായിരിക്കും വിജയി. അപ്പോൾ ബാബേൽ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി മെദോപേർഷ്യ ആധിപത്യം സ്ഥാപിച്ചു എന്ന് പറഞ്ഞ പോലെ ഓരോ യുദ്ധം കഴിയുമ്പോഴും ഓരോ രാജ്യം ഉയർന്നു വരും. അതാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ ദാനിയേൽ പ്രവചനത്തിലെ പോലെ തന്നെ ദാനിയേൽ പ്രവചനം അല്ലെങ്കിൽ ദാനിയേൽ മുമ്പ് നെബൂഖദ്നേസറിന് ദൈവം കൊടുത്തതായ ആ ദർശനത്തിൽ കൊടുത്തതായ അതേ സ്വപ്നം പോലെ തന്നെ ദാനിയേൽ പ്രവാചകനും ദൈവം സ്വപ്നം കൊടുത്തു.
7-ാം വാക്യത്തിൽ മറ്റേ പ്രവചനത്തെക്കാൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇവിടെ ദാനിയേൽ പ്രവചനം വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഈ ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരുവൻ അധികാരം ദുർവിനിയോഗം ചെയ്താൽ ദൈവം അവനെ മാറ്റി വേറെ ഒരുത്തനെ നിയമിക്കും. ഈ പ്രവചനമൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ഈ ലോകം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ലോകം ഇരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം ഒരുത്തനെ താഴ്ത്തുകയും ഒരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു എന്ന ദൈവത്തിൻ്റെ പ്രവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിൻ്റെ ജനം സ്വയമായ നല്ല തീരുമാനങ്ങളെടുത്ത് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അവനവന് കൊടുത്തതായ ആ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം വേണ്ടവണ്ണം വിനിയോഗിച്ചില്ല എങ്കിൽ അതിൻ്റെതായ അനന്തരഫലം അവൻ പ്രാപിക്കും. ഇന്ന് ലോകം അന്ധകാരത്തിലാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ അന്ധകാരത്തെ ദൈവം തകർത്ത് കളയും. അന്ധകാരത്തെ ദൈവം നീക്കി ദൈവത്തിൻ്റെ തേജസ്സിനാൽ ഭൂമി വീണ്ടും നിറയും. കർത്താവായ യേശു ക്രിസ്തു രാജ്യത്തിന്മേൽ രാജ്യത്വം പ്രാപിക്കുമ്പോൾ, രാജാതി രാജാവായി ഭരണമേറ്റെടുക്കുമ്പോൾ ലോകത്തിൻ്റെ അന്ധകാരം മാറും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവത്തെ അവൻ അന്വേഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ ദൈവത്തിൻ്റെ നന്മ പ്രാപിക്കും. മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നാം എല്ലാവരും പാപികളാണ്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 19 വരെ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴി തെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവിടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നത് എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതുവായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷ യോഗ്യമായി തീരേണ്ടതിനത്രേ. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന്. നമ്മളെല്ലാവരും പാപികളാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം ഈ രീതിയിൽ നാം നീങ്ങുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ദൈവസന്നിധിയിൽ ശിക്ഷ യോഗ്യരാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് പറയുന്നത്. കാരണം നമുക്ക് നീതിയായി നടക്കുവാൻ നമ്മുടെ ഈ ജഡപരമായുള്ള ശരീരം കൊണ്ട് ഒക്കെയല്ല. ജഡപരമായ ഈ ശരീരം കൊണ്ട് നീതിയോടെ ജീവിപ്പാൻ നമുക്ക് കഴിയില്ല. മറിച്ച് കർത്താവായ യേശുവിൽ നാം പൂർണ്ണമായി ആശ്രയിക്കുകയാണെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി നാം സ്വീകരിച്ച് യേശുവിൽ ആശ്രയം വെച്ച് കർത്താവിൻ്റെ വഴിയിൽ നാം നടക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ നീതിയെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. നമ്മുടെ നീതി കൊണ്ട് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. ക്രിസ്തു നമ്മെ ധരിപ്പിക്കുന്ന നീതി, അതാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത്. ക്രിസ്തുവിൻ്റെ നീതിയിലൂടെ മാത്രമേ ലോകം രക്ഷപ്പെടുകയുള്ളൂ. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപ വരുമോ? കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവനാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കും. നമ്മുടെ സ്വന്തം ഇച്ഛ പ്രകാരം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അനുസരിക്കുവാൻ നമുക്ക് കഴിയില്ല.
എന്നാൽ കർത്താവായി ഒരുവൻ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവൻ സ്വീകരിക്കുമ്പോൾ, അവൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പ്രകാരം ജീവിക്കും. പിന്നെ ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് തിരുവചനം പറയുന്നത് പോലെ നാം ജീവിക്കും. അതാണ് ശരിയായിട്ട് ഒരുവൻ ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ളതായ ഏകമാർഗം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ഉള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. അതുകൊണ്ട് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനെ നാം അനുസരിച്ച് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നാം ജീവിക്കും. കർത്താവ് പറഞ്ഞ പോലെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാലത്തിന് എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് അവൻ നിങ്ങൾക്ക് തരും. അപ്പോൾ കർത്താവിൻ്റെ വചനം പ്രമാണിക്കുവാൻ നാം ഒരുക്കമുള്ളവരായി തീർന്ന് ദൈവകരങ്ങളിൽ നാം സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവിലെ ശക്തിയോടെ നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ നീതി നമ്മൾ നിവൃത്തിയാകും. അങ്ങനെ നാം ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരായി തീരും. ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരായി തീരും. അങ്ങനെ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരും. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നാം പാനം ചെയ്യും. അല്ലാതെ നമുക്ക് പിതാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ഏകമാർഗം. കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുക. ദൈവത്തിൻ്റെ പ്രവചനമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്, കർത്താവായ യേശുവിലേക്ക് നമ്മെ നയിക്കുന്നത്, നമ്മുടെ നിത്യജീവന് ആവശ്യമായിട്ടുള്ള വഴിയെ തുറന്നു തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് നാം കടന്നു വരാം. കടലിനും കരയ്ക്കും മധ്യേ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പ്രതീകാത്മികമായിട്ട് കരയെയും കടലിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. പ്രവചനത്തിൽ കടലും കരയും സൂചിപ്പിക്കുന്നത്, കടല് എന്ന് പറയുന്നത് നമുക്കറിയാം, കരയിലേക്ക് ആഞ്ഞടിച്ച് കയറുന്നതായ, അതുപോലെ ആക്രമിക്കുന്നതായ ഒരു രീതി നമുക്ക് പ്രകൃതിയിൽ നിന്ന് കാണുവാൻ സാധിക്കും. കടല് സൂചിപ്പിക്കുന്നത് ആക്രമവാസനയുള്ള രാഷ്ട്രങ്ങളെയാണ്, ദുഷ്ടത നിറഞ്ഞതായ രാഷ്ട്രങ്ങളെയാണ്, അല്ലെങ്കിൽ ജനക്കൂട്ടത്തെയാണ്, ജനസമൂഹത്തെയാണ് എന്ന് നമുക്ക് പ്രവചനപരമായിട്ട് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. അതേസമയത്ത് കര സൂചിപ്പിക്കുന്നത് ദൈവിക ചിന്തയോടെ ജീവിക്കുന്ന രാഷ്ട്രങ്ങളെ കുറിച്ചാണ്. കടൽ കരയെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ ജാതികളായിട്ടുള്ള രാഷ്ട്രങ്ങൾ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുന്നതിനെ പ്രതികരിക്കുന്നതായ ഒരു സൂചന നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വെള്ളവും ഭൂമിയും തമ്മിലുള്ളതായ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീയെ പ്രവചനത്തിൽ പ്രതികരിക്കുന്നത് സഭയാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ, സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി
സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായ തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പഠിച്ച അർത്ഥം വെച്ച് നമ്മളത് പഠിക്കുകയാണെങ്കിൽ വെള്ളം എന്താണ് സൂചിപ്പിക്കുന്നത്? മഹാസർപ്പം ദുഷ്ടത നിറഞ്ഞതായ രാഷ്ട്രങ്ങളെ ഉപയോഗിച്ച് സഭയെ പീഡിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്നാൽ ഭൂമി സഭയ്ക്ക് അനുകൂലമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഭൂമി അർത്ഥമാക്കുന്നത് ദൈവിക ചിന്തയുള്ള രാജ്യങ്ങൾ അവർക്ക് അനുകൂലമായി വരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഉത്ഭവത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ 11 വാക്യത്തിൽ വായിക്കും, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രാജ്യം കയറി വന്നപ്പോൾ കുഞ്ഞാടിനെ പോലെ ആയിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നതായ അമേരിക്ക, അവിടെ അത് കയറി വന്നപ്പോൾ അവിടെ പ്രത്യേകമായ 2 കാര്യങ്ങളോടെ നമുക്ക് കാണുവാൻ കഴിയും. സിവിൽ ലോസ്, അതുപോലെ റിലീജിയസ് ലിബർട്ടി, 2 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാം. രാഷ്ട്രീയപരമായും അതുപോലെ മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ഈ കുഞ്ഞാടിനെ പോലെ ഇരിക്കുന്ന രാജ്യം മഹാസർപ്പം എന്ന പോലെ സംസാരിക്കുമെന്നാണ്. നമുക്ക് ഇന്ന് അമേരിക്കയെ നോക്കാമെങ്കിൽ ഏകദേശം അതേ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നതിനനുസരിച്ച് ഈ ലോകത്ത് പല സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ശരിയായ വണ്ണം നമ്മൾ പ്രവചനം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ അന്ത്യത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ പ്രവചനം വീണ്ടും ഇവിടെ ശേഷിപ്പ് സഭ ജനനത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയും. വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രവചനം വീണ്ടും ശേഷിപ്പ് സഭ ജനിച്ചത് പുതിയ ലോകത്തിലാണ്. മതസ്വാതന്ത്ര്യമുള്ള ഐക്യനാടുകളായ പ്രദേശങ്ങളിലായി. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെ വായിക്കുമ്പോൾ അവിടെ ഒരു ദൂതന്റെ കയ്യിൽ ഒരു ചെറിയ പുസ്തകം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ദൂതന്റെ കയ്യിലിരിക്കുന്ന ചെറിയ പുസ്തകം എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനം. അന്ന് അനേകായിരങ്ങൾ ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ടിരുന്നതായ സന്ദർഭങ്ങളിൽ ദാനിയേൽ പ്രവചനം പഠിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായി എന്നും 1844 യേശു ക്രിസ്തു വരുമെന്നും പറഞ്ഞ അനേകായിരങ്ങൾ കാത്തിരുന്നു. എന്നാൽ അവർ പറഞ്ഞതായ സമയത്ത് എത്തിയില്ല. അതിന് പ്രകാരം ഒരു ചെറിയ കൂട്ടം അവർ ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും ചെയ്തു. അനേകായിരങ്ങൾ നിരാശയോടെ കടന്നു പോയതായ സന്ദർഭത്തിൽ പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് നീങ്ങിയ ചെറിയ കൂട്ടത്തിന് ഏതൽ കാല സത്യങ്ങൾ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ദാനിയേൽ പ്രവചനം എന്തിനെക്കുറിച്ച് പറഞ്ഞുവെന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ലോകത്തിൽ ശേഷിപ്പ് സഭയുടെ വേല എന്താണെന്ന് ഒരു വെളിച്ചം അവർക്ക് ലഭിക്കുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം 14-ലെയും 18-ലെയും ദൂതന്മാർ വിളിച്ചു പറയുന്നത് പോലെ ശേഷിപ്പ് സഭയുടെ വേല എന്തായിരുന്നു എന്ന് വ്യക്തമാകുകയും വെളിപ്പാട് 14-ലെയും 18-ലെയും ദൂതന്മാരുടെ ആ ശബ്ദം ശേഷിപ്പ് സഭയുടെ ശബ്ദമായി നാം മനസ്സിലാക്കുമ്പോൾ ഇത് ചരിത്രത്തിലെ ഒരു അടിയന്തര നിമിഷമാണ്. ദൈവത്തിൻ്റെ തിരുവചനം ദൂതനെന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് ലോകവ്യാപകമായി പ്രസംഗിക്കപ്പെടുന്നതായ ഒരു ദൂതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ദൂത് ലോകത്ത് ജീവിച്ചിരിക്കുന്ന സകലർക്കും ഉള്ളതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അത് നാം വായിക്കുമ്പോൾ അവിടെ വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. സകലരോടും അറിയിപ്പാനുള്ളതായ ഒരു സുവിശേഷമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ ദൂത് അവസാനമായി ലോകം മൊത്തം വ്യാപകമായി പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരും. മത്തായി സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല രാജ്യത്തും സാക്ഷ്യമായി ഭൂലോകത്തൊക്കെയും വിളങ്ങുമ്പോൾ അവസാനം വരും. ഭൂലോകത്തൊക്കെയും പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ നിത്യ സുവിശേഷത്തെക്കുറിച്ചാണ് ദൈവം അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അന്ത്യകാലത്ത് ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ളതായ
ദൈവത്തെ ആരാധിക്കുവാനുള്ളതായ ഒരു സുവിശേഷം. കാരണം ന്യായവിധി ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ആ വെളിപ്പാട് പുസ്തകം നമ്മെ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. അതുകൊണ്ട് ആകാശത്തെയും ഭൂമിയെയും നീറോളയും ഉണ്ടാക്കിയവനെ നമസ്കരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ രാജ്യം ഈ ലോകത്ത് സ്ഥാപിക്കുവാൻ പോവുകയാണ്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. അത് വേറൊരു ജാതിക്ക് മേൽപ്പിക്കപ്പെടുകയില്ല. അപ്പോൾ ദൈവ കൽപ്പനകൾ പ്രമാണിക്കുന്നവർ, യേശുവിൽ വിശ്വാസമുള്ളവർ, അവർ മാത്രമേ എങ്ങനെ ഈ രാജ്യത്ത് പ്രവേശിക്കുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ദൈവം പ്രവചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. വെള്ളിയാഴ്ചത്തെ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. അവസാനമായിട്ട് ദൈവം ഈ ലോക സാമ്രാജ്യങ്ങളൊക്കെയും തകർത്ത് നശിപ്പിച്ച് ഈ ലോകത്തെ ശുദ്ധീകരിച്ച് പുതിയൊരു ഭൂമിയാക്കി മാറ്റും. 21 അധ്യായം വെളിപ്പാട് പുസ്തകം 21. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ദുഷ്ടന്മാരെയൊക്കെയും നശിപ്പിച്ച, ദുഷ്ടന്മാർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ ഇരിക്കുന്ന മനുഷ്യർ, ദുഷ്ടന്മാരെയൊക്കെയും നശിപ്പിച്ച ദൈവം തൻ്റെ നീതിയുള്ള രാജ്യത്വം സ്ഥാപിക്കും എന്നാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ദൈവം ഈ രാജ്യങ്ങളെയൊക്കെ നശിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 പത്രോസിന്റെ 3 അധ്യായം അതിൻ്റെ 10 വാക്യം, കർത്താവിൻ്റെ ദുബുസ്സമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകുകയും ഭൂമിയും അതിലെ ഉള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിന് വരവ് കാത്തിരിക്കുന്നു. ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. ദൈവം ഈ ലോകത്തെ നശിപ്പിക്കുവാൻ പോകുന്നു, ഈ ലോകത്തെ നശിപ്പിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം ഭക്തിയുള്ളവരായിരിക്കണം എന്ന് ദൈവം ഇവിടെ പ്രതിപാദിക്കുകയാണ്. ഈ കാലങ്ങളിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, എത്രമാത്രം വിശുദ്ധിയുള്ളവരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്കായി കാൽവറിയിൽ യാഗമായി തീർന്നു. നമുക്ക് രക്ഷപ്പെടുവാനുള്ളതായ വഴി നമുക്ക് തുറന്നു. നാം ആ വഴി നാം സ്വീകരിക്കുമോ? ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. ദൈവത്തിൻ്റെ വചനമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നമ്മെ ശേഷിപ്പ് സഭയായിട്ട് വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വേല തികയ്ക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി ഉത്സാഹിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുന്നത് അന്ത്യകാലത്ത് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പഠിച്ചതായ പാഠത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ അടിയങ്ങളെ ശക്തീകരിക്കണം. അടിയങ്ങളുടെ പ്രവാസങ്ങളെ പാവം നിക്ഷേപിക്കണം യേശു മൂലം തന്നെ. ആമേൻ.
ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.